ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ കോപ്പ ഡെൽ റേയിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം സ്വന്തമാക്കാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 27ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഈ ഗോൾ പിറന്നിരുന്നത്. ഇതോടെ അഗ്രിഗേറ്റിൽ 4-നെതിരെ 5 ഗോളുകൾക്ക് വിജയിച്ച ബാഴ്സലോണ ഇപ്പോൾ കോപ്പ ഡെൽറയുടെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. എൽ ക്ലാസിക്കോയാണ് നമ്മെ കാത്തിരിക്കുന്നത്. റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിലുള്ള ആ ഒരു കലാശ പോരാട്ടം അത് ഏപ്രിൽ 26-ാം തീയതിയാണ് അരങ്ങേറുക. ഇതേക്കുറിച്ച് ഇപ്പോൾ ബാഴ്സയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് സംസാരിച്ചിട്ടുണ്ട്. അതായത് ആ മത്സരത്തെ കുറിച്ച് താനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫൈനലിൽ റയൽ മാഡ്രിഡിനെ നേരിടുന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം അതിലേക്ക് ഇനിയും സമയമുണ്ട്. ഞാൻ അടുത്ത മത്സരത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ബാഴ്സയുടെ സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫൈനൽ എന്നത് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരമാണ്. അത് റയൽ മാഡ്രിഡ് കൂടിയാവുമ്പോൾ കൂടുതൽ സ്പെഷ്യലാണ്. പക്ഷേ റയലിനെതിരെ കളിക്കുമ്പോൾ എപ്പോഴും 50-50 ആണ്. എന്തും സംഭവിക്കാം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം. ഇതാണ് ഫ്രങ്കി ഡിയോങ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എല്ലായിടത്തും FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ആ ഒരു കിരീട പോരാട്ടം ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.